ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ IAS Talks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. സോ ലെറ്റ്സ് മൂവ് ടു ദ ടോപ്പിക്. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. സോ എന്താണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784? ആ 1784 എന്ന് പറയുമ്പം അമേരിക്കൻ റവല്യൂഷൻ കഴിഞ്ഞ നെക്സ്റ്റ് ഇയർ, അതായത് 1783. ഈ 1783 ബ്രിട്ടൻ അമേരിക്കയോട് തോൽക്കുകയാണ്. അതിലൂടെ അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യത്തെയാണ് ആർക്ക് നഷ്ടമാകുന്നത്? ബ്രിട്ടന് നഷ്ടമാകുന്നത്. പിന്നീട് ആകെ ഉള്ളതെന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പൊസിഷൻസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ മുൻപുള്ള വീഡിയോകളിലും ഡിസ്കസ് ചെയ്തിരുന്നു, ഇത്തരത്തിലൊരു പ്രശ്നം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തോൽവിയൊക്കെ ഏറ്റുവാങ്ങാനുള്ള സാഹചര്യം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഖേന വന്നതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ കറപ്ഷൻസ് മുഖേന, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ആ ഒരു റൂളിംഗ് സിസ്റ്റത്തിലൊക്കെ വന്ന ഒരുപാട് കറപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുണ്ടായ കറപ്ഷൻസ് മൂലമാണ് നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി കുറച്ചുകൂടി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. സോ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുമ്പം അതിൽ പ്രധാനമായിട്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫങ്ഷൻസിനെ എന്ത് ചെയ്യുന്നു, ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നു. അതായത് കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് എല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കുകയാണ്. ഓൾറെഡി നമ്മൾ റെഗുലേറ്റിംഗ് ആക്ടിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സിവിൽ ആൻഡ് മിലിറ്ററി ആൻഡ് ഓൾസോ റവന്യൂ അഫയേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും. സോ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യുന്നു, ഈ കൊമേഴ്ഷ്യൽ ഫങ്ഷൻസിൻ്റെ അധികാരം കൺട്രോൾ കൊടുക്കുകയാണ്. ആൻഡ് ഓൾസോ പൊളിറ്റിക്കൽ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബോർഡ് ഓഫ് കൺട്രോൾ എന്ന പുതിയൊരു ഗവേണിംഗ് ബോഡി എന്ത് ചെയ്യുന്നു, രൂപീകരിക്കുന്നു. ഇപ്രകാരം ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് അഥവാ ഡ്യുവൽ ഗവൺമെൻറ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ആക്ടിലാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. സോ പിറ്റ്സ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഈ ഡ്യുവൽ ഗവൺമെൻറ്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആദ്യമായിട്ട് ബ്രിട്ടീഷ് പൊസഷൻ എന്നൊരു പരാമർശം നമ്മൾ കേൾക്കുന്നത്. അതായത് ഇന്ത്യയിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബ്രിട്ടീഷ് പൊസഷൻ എന്ന് ആദ്യമായിട്ട് പരാമർശിക്കുന്നത് ഏത് ആക്ടിലാണെന്ന് ഒരുപാട് എക്സാംസിന് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. UPSC, PSC ആൻഡ് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. സോ ബ്രിട്ടീഷ് പൊസഷൻ എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. സോ ഇത്രയും കാര്യങ്ങളാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ വരുന്നത്. നമുക്ക് പോയിന്റ്സ് ഒന്നുകൂടെ റീകളക്ട് ചെയ്യാം. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫങ്ഷൻസിനെ എന്ത് ചെയ്യുന്നു, ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നു. ആൻഡ് ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് അവിടെ ഫോം ചെയ്യുകയാണ്. ഒന്നെന്ന് പറയുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും പൊളിറ്റിക്കൽ ഫങ്ഷൻസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് കൺട്രോൾ എന്നിങ്ങനെ ഡ്യുവൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, രൂപീകരിക്കപ്പെടുന്നു. ആൻഡ് ലൈക്ക് ദാറ്റ് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബ്രിട്ടീഷ് പൊസഷൻ എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ളതും പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. So that's all about Pitt's India Act of 1784. Stay tuned to this channel for more videos. Thank you.